എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല, നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തേണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടിസ്തുതിക്കും. ഞാൻ പാടിസ്തുതിക്കും, പാടിസ്തുതിക്കും, ഞാൻ പാടിസ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ. പാപിയാമെന്നെ നീ കാക്കണമേ. പാപങ്ങളെല്ലാം നീ പൊറുക്കണമേ. പാപിയാമെന്നെ നീ കാക്കണമേ. അറിഞ്ഞും അറിയാതെയും തെറ്റു ചെയ്തു പോയി എന്നകൃത്യങ്ങളോർത്തു ഞാൻ അനുതപിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ. എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. ഓപ്പൺ മൈ ഐസ് ലോർഡ് ദാറ്റ് ഐ മേ സീ ദ വണ്ടേഴ്സ് ഓഫ് യുവർ ലോ. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കാൻ ആത്മാവാം ദൈവമേ ഞങ്ങളെ സഹായിക്കണം, പഠിപ്പിക്കണം. ആമേൻ. സങ്കീർത്തനങ്ങൾ 119:18 തിരുവചനം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഓപ്പൺ മൈ ഐസ് ദാറ്റ് ഐ മേ സീ ദ വണ്ടേഴ്സ് ഓഫ് യുവർ ലോ. ദൈവശബ്ദം തിരിച്ചറിഞ്ഞ് നമ്മൾ ജാഗരൂകരായിരിക്കണം. ലോകത്തിലെ ഓരോ ജനങ്ങളുടെയും ശബ്ദം വ്യത്യസ്തമാണ്. നാം അടുത്തറിയുന്നവരെ ശബ്ദം കൊണ്ട് തിരിച്ചറിയും. എന്നാൽ ദൈവിക ശബ്ദം നാം തിരിച്ചറിയാറുണ്ടോ? ധനികനായ ഒരു കുടുംബത്തിൽ ആണ് എബ്രാപ്പച്ചൻ വളർന്നത്. അനേകം ആടുമാടുകൾ, ഭൃത്യന്മാർ മറ്റും അടങ്ങുന്ന ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷമാണ് ആ ഭവനത്തിൽ ഉണ്ടായിരുന്നത്. എന്നിട്ടും അബ്രാപ്പച്ചൻ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞു. വിളിച്ചവനെ വിശ്വസ്തനായി കണ്ട് ദൈവവചനം കേട്ട് പുറപ്പെട്ടു. പാപം നമ്മിൽ വാഴാതിരിപ്പാൻ നാം ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. 119 സങ്കീർത്തനം മുഴുവനും തിരുവചനത്തിൻ്റെ ശക്തിയെ പ്രഘോഷിക്കുന്നു. വചനം മൂർച്ചയുള്ള ആയുധമാണ്. അത് തീയാണ്, ചുറ്റികയാണ്,
വചനം ഹൃദയത്തിലേക്കും സദ്ധിമഞ്ചകളിലേക്കും തുളച്ച് കയറി ആത്മീയ പരിണാമം വരുത്തുന്നു. ഒന്നാമതായി, വചനം ചിലരെ ദുഃഖിപ്പിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു പ്രമാണി യേശുവിനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. എല്ലാ കൽപ്പനകളും താൻ പാലിച്ചു വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രന്മാർക്ക് പകുത്തു കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. അവൻ വലിയ ധനാഢ്യനായതുകൊണ്ട് ഇത് കേട്ട് ദുഃഖിതനായി തീർന്നു. ആ തിരുവചന ഭാഗം നാം വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 22-23 വാക്യങ്ങളിലാണ്. യേശുവിന്റെ വചനം കേട്ടപ്പോൾ അവന് അത് ദുഃഖത്തിന് കാരണമായി. കാരണം ധനം ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. ഇതേപോലെ ദുഃഖം അനുഭവിക്കുന്ന ഒത്തിരി ധനാഢ്യന്മാർ ഈ ഭൂമിയിലുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ധനാഢ്യനാണോ നിങ്ങൾ? രണ്ടാമതായിട്ട്, ദൈവവചനം സന്തോഷിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ എത്യോപ്യനായ ഒരു ഷണ്ടന്റെ വിവരണം നമുക്ക് കാണാം. അവന് യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നു. അതിന് സാധിക്കാത്തതിനാൽ മടങ്ങിപ്പോയി. പിന്നീട് തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു. എന്നാൽ വായിക്കുന്നത് ഗ്രഹിക്കാൻ അവന് സാധിച്ചില്ല. ഷണ്ണന്റെ ഹൃദയം മനസ്സിലാക്കിയ ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനോട് ഷണ്ണന്റെ തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ ഷണ്ണൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് അവൻ പറഞ്ഞു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഷണ്ണൻ യേശുവിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും വളരെ സന്തോഷത്തോടെ മടങ്ങുകയും ചെയ്തു. ദൈവവചന ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നു. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. ദൈവവചനത്തിന് മാത്രമേ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഒരു ആത്മീയ ആനന്ദമാണ്. ലോകം പലതും തന്ന് ഹൃദയത്തെ സന്തോഷിപ്പിക്കാം, അത് ക്ഷണികമാണ്. മൂന്നാമത്തെ ഒരു പ്രത്യേകത, ദൈവവചനം ഉള്ളങ്ങളെ കത്തിക്കും. ദൈവവചനം ഉള്ളങ്ങളെ കത്തിക്കുന്നു. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം നിരാശയോടെ എമാവസിലേക്ക് 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അവർക്ക് യേശുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ മരണം അവരെ തളർത്തി. അതുകൊണ്ടാണ് അവർ ദൈവഭവനമായ യെരുശലേം വിട്ട് നിരാശയുടെ ഭവനമായ എമാവുസിലേക്ക് യാത്രയായത്. അവർ പരസ്പരം വാദിച്ചും തർക്കിച്ചും നടന്നു. യേശു അവർ നഷ്ടപ്പെട്ടു പോകാൻ ആഗ്രഹിച്ചില്ല. പ്രവാചകന്മാർ തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും കുരിശുമരണത്തിന്റെ മർമ്മങ്ങളും യേശു അവർക്ക് വിവരിച്ചു കൊടുത്തു. അവരുടെ ആഗ്രഹപ്രകാരം യേശു അവരുടെ കൂടെ പാർത്തു. ആ രംഗം നാം വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലാണ്. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ഭവനമായ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. യേശുവിൻ്റെ വചനം അവരുടെ ഹൃദയങ്ങളെ കത്തിച്ചു. അവരുടെ ഹൃദയങ്ങളെ കത്തിച്ചതുപോലെ നമ്മളുടെ ഹൃദയം കത്തിക്കൊണ്ടേയിരിക്കണം. ഹൃദയം ദൈവവചനത്താൽ കത്തിയപ്പോൾ അവർ എമ്മാവുസ് വിട്ട് യെരുശലേമിലേക്ക് മടങ്ങി. ദൈവവചനം കേട്ട് ഹൃദയം കത്തുമ്പോൾ അള്ളിപ്പിടിച്ചിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് പിടിവിട്ട് ദൈവവചന പാരമ്പര്യത്തിലേക്ക് കടന്നു വരണം. 4-ാമത്തെ ശ്രേഷ്ഠത, ദൈവവചന ഹൃദയങ്ങളെ കുത്തി മുറിവേൽപ്പിക്കുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി യേശു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു.
എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. ഈ അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ഫാഷനല്ല, അതൊരു കൃപയാണ്, സ്വർഗീയ സമ്മാനമാണ്, സ്വർഗീയ ഭാഷയാണ്, സ്വർഗത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. പത്രോസ് ശക്തി പ്രാപിച്ച് യേശുവിനെ കുറിച്ച് അവിടെയുള്ള അനേകം പേരോട് ശക്തമായി പ്രസംഗിച്ചു. ആത്മനിറവോടുകൂടി ഒരുവൻ പ്രസംഗിച്ചാൽ പ്രസംഗം കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളും, ഇല്ലെങ്കിൽ തൊലിപ്പുറത്ത് പോലും കൊള്ളത്തില്ല. ഈ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയും അവർ പത്രോസിന്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്തു. ശുദ്ധ സത്യവചനം ഒരുവൻ ശ്രവിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യണമെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെടുകയും സ്നാനമേൽക്കുകയും ചെയ്യണം. ശിശുസ്നാനമല്ല, വിശ്വാസ സ്നാനം. ദൈവവചനം ഇരുവായ്ത്തലയേക്കാൾ മൂർച്ചയേറിയതും ഹൃദയത്തിലേക്ക് തുളച്ചു കയറി ഹൃദയപരിവർത്തനം വരുത്തുന്നതുമാണ്. ദൈവവചനം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കട്ടെ. കുറിവാക്യം നമ്മൾ ഒന്നുകൂടെ വായിക്കാം. 119 സങ്കീർത്തനം 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഒരു പ്രാവശ്യം തുറന്നാൽ പോരെ, ഓരോ നിമിഷവും തിരുവചനത്തിലെ പ്രമാണങ്ങളെ ഗ്രഹിക്കുവാനും കണ്ണു തുറന്ന് കാണുവാനും അത് ഏറ്റെടുത്തനുസരിക്കുവാനും നമ്മളെപ്പോഴും ഈ തിരുവചന ഭാഗം ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. സാത്താൻ തനിക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് കരുതി ആരെ വീഴ്ത്തേണ്ടു എന്ന് തക്കം നോക്കി നടക്കുന്നു. ഈ ലോകമോഹങ്ങളിൽ ഒഴുകിപ്പോകാതിരിക്കാൻ ദൈവവചനങ്ങളെ കാത്ത് സൂക്ഷിക്കാം. എബ്രായലേഖനം 2-1 വാക്യം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഈ കാലഘട്ടത്തിൽ കേട്ടത് അധികമായി ശ്രദ്ധയോടെ കരുതി കൊള്ളേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ബൈബിള് അനുസരിക്കണമെന്നുള്ള ബോധം ഇപ്പോഴും തലയിൽ കയറാത്തത്. ബൈബിൾ അനുസരിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. സ്തോത്രം. ദൈവവചനം പരിശുദ്ധാത്മാവ് ദൈവം എഴുതി തന്നത് തർക്കിക്കാനല്ല, അത് ഏറ്റെടുത്ത് ജീവിക്കാനാണ്. ദൈവത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ ആത്മീയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവാം ദൈവമേ, ഇന്ന് ഞങ്ങളെ പഠിപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനമേറ്റെടുത്ത് അനുസരിച്ച് അനുഗ്രഹം പ്രാപിച്ച് അവിടുത്തെ വരവിനായി ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ വർഗമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനമയച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവർക്കായി കൽപ്പിക്കുന്നു. അവിടുന്ന് പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുത്തിരിക്കുക. സ്തോത്രം. ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലുള്ള തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന വിശുദ്ധ കൂട്ടായ്മകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ 2ാമത്തെ വരവിനെ വിളിച്ചറിയിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും നടക്കുമ്പോൾ ഹല്ലേലൂയ, ജനത്തിൻ്റെ കണ്ണുകളെ തുറപ്പിച്ച് ഇമാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണിനെ തുറന്നതുപോലെ ഹല്ലേലൂയ, ലോകമക്കളുടെ കണ്ണുകളെ തുറക്കണമേ. അങ്ങേ രക്ഷകനാഥനുമായി അവർ സ്വീകരിച്ച് അവരുടെ ജീവിതം നിനക്കായി സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് എഴുതി തന്ന തിരുവചനം അനുസരിക്കുവാനുള്ള ഹൃദയ തുറവി നിന്റെ മക്കൾക്ക് നൽകണമേ. ഞങ്ങളുടെ കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോവാതെ ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ, ഞങ്ങളുടെ കൃഷിയിടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ തിരുക്കരങ്ങൾ തരുന്ന കർത്താവ്, യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് ആനൊക്കെ അവിടുത്തോട് ചേർന്ന് നടന്നതുപോലെ ഞങ്ങളുടെ തലമുറകൾ അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ മക്കളെ സഹായിക്കണമേ. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. വിവിധ ആവശ്യങ്ങൾക്കായി എന്ന് പലയിടങ്ങളിലായി യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, തിരുസാന്നിധ്യം കൂടെ പോണമേ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവിടുന്ന് നിവർത്തിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു.
പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആദികളെല്ലാം നീ അകറ്റണമേ, അരൂപിയാൽ എന്നെ നീ നിറയ്ക്കണമേ. ആദികളെല്ലാം നീ അകറ്റണമേ, അരൂപിയാൽ എന്നെ നീ നിറയ്ക്കണമേ. അവിടുന്നെൻ്റെ എല്ലാം അറിയുന്നല്ലോ, എന്നപരാധം മറന്നെന്നെ അനുഗ്രഹിക്കും. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. ഓ ശിക്ഷിക്കരുതേ, എന്നെ രക്ഷിക്കണമേ. കോപത്തോടെന്നെ നീ നോക്കരുതേ, നിൻ കരുണ എന്നിൽ നീ ചൊരിയണമേ. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല. നീ ഒഴികെ ആരിലും ആശ്രയമില്ല. നിന്നിൽ മാത്രമാണെൻ്റെ ശരണവുമേ. നീയില്ലാത്ത ജീവിതം ശൂന്യമാണ്. നീ നയിക്കും പാതയിൽ നടത്തണമേ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ. ഓ യേശുവേ, നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. എന്നെ ഒരു നാളും കൈവിടരുതേ, എനിക്കിന്നീ ഭൂമിയിൽ ആരുമില്ല.